ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ എൻവിറോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂളിൻ്റെ പേര് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എനർജി മാനേജ്മെൻറ്റ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? അതായത് ഇവിടെ ഒരു എൻവിറോൺമെൻറ്റ് നമുക്ക് ഫ്രീ ആയി തരുന്ന കുറച്ച് റിസോഴ്സസുകളാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ എൻവിറോൺമെൻറ്റിന് സ്വയം എന്തുണ്ടാക്കുകയാണ്? ഈ ഓരോ റിസോഴ്സുകളെയും എൻവിറോൺമെൻറ്റ് സ്വയം അവിടെ ബിൽഡ് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻസിൻ്റെയും റിലേഷൻ വരുന്നില്ല. ഒരു ഹ്യൂമൻസിൻ്റെയും ഹെൽപ്പ് കൂടാതെയാണ് എൻവിറോൺമെൻറ്റ് ഇത്തരം നാച്ചുറൽ റിസോഴ്സസുകളെ മേക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ആരുടെയും ഹെൽപ്പില്ലാതെ എൻവിറോൺമെൻറ്റ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന റിസോഴ്സസുകളാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അതായത് എൻവിറോൺമെൻറ്റ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന റിസോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സൺലൈറ്റ്, അതുപോലെ തന്നെ വിൻഡ്, അതുപോലെ സോയില്, പിന്നെ വാട്ടർ, പിന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് റിസോഴ്സസുകളാണ്. ഇത് മാത്രമല്ല, കുറേ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിളായി പറഞ്ഞോളൂ. പിന്നെ ഇവിടെ പറയണത് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ റിസോഴ്സുകളും എൻവിറോൺമെൻറ്റ് സ്വയം മേക്ക് ചെയ്തെടുക്കണ റിസോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് മാത്രമേ ഓരോ റിസോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പറയണത് കുറച്ച് വാല്യൂഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒരു റിസോഴ്സസിൻ്റെ വാല്യൂഡ് ആയിട്ടുള്ള നാച്ചർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കവിടെ കൊമേഴ്ഷ്യലി ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയുള്ള റിസോഴ്സുകൾ നമുക്ക് കൊമേഴ്ഷ്യലി വിൽക്കാനും അത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ സയൻറ്റിഫിക് റിസർച്ചാണ്, അതായത് സയൻറ്റിഫിക് നാച്ചറാണ്. അതായത് നമുക്ക് ഇവിടുത്തെ ഓരോ റിസോഴ്സുകളും നമ്മൾ സയൻറ്റിഫിക്കലി ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓരോ റിസോഴ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൾച്ചർ വാല്യൂ അങ്ങനെ കുറച്ച് കേസ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസുകളാണ്. ഫസ്റ്റ് വൺ റിന്യൂവബിളും അതുപോലെ തന്നെ നോൺ റിന്യൂവബിളും. അപ്പോൾ എന്താണ് റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. അവിടെ നമ്മൾ അതിൽ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്താലും അത് വീണ്ടും അവിടെ മേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ എക്സ്ഹോസ്റ്റ് ആയി പോവില്ല. നമ്മൾ യൂസ് ചെയ്താലും വീണ്ടും അത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ ലഭ്യമാണ്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഒരിട്ടം യൂസ് ചെയ്തു, പക്ഷെ എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ അവിടെ ലഭ്യമാണ്. എത്ര അവിടെ തീരൂല, നമുക്ക് അവിടെ ലഭ്യമായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ്, വാട്ടർ, ഇങ്ങനത്തെ കേസൊക്കെ. ഇപ്പോൾ ഫോറസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലാന്റിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ നിൽക്കില്ല. കാരണം അതിൽ എല്ലാ പഴം എടുത്താൽ പോലും അത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പഴം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും അത് വീണ്ടും അവിടെ നാച്ചുറൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ വാട്ടറിൻ്റെ കേസിൽ, അതുപോലെ തന്നെ സോയിൽ, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസുകൾ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇത്രത്തോളം എടുത്തു, ഇവിടെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്താവില്ല, ആ ഒരു റിസോഴ്സുകൾ നമുക്ക് ഓൾറെഡി എൻവിറോൺമെൻറ്റ് മേക്ക് ചെയ്യൂല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇപ്പം നമ്മൾ ആ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞു, പിന്നെയും ആ ക്വാണ്ടിറ്റി എടുക്കാൻ പോകുമ്പോൾ അവിടെ ആ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ആ ഒരു റിസോഴ്സുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ യൂസ് ചെയ്ത സംഭവം വീണ്ടും നമുക്ക് അവിടെ നിന്ന് കിട്ടൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഇപ്പോൾ ഈ പെട്രോളൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്ര ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലിറ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നാച്ചുറൽ അങ്ങനെ തരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസുകളെ കേസിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് റിസോഴ്സസുകൾ വരുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പം റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ എത്ര യൂസ് ചെയ്താലും അവിടെ ക്വാണ്ടിറ്റി നമുക്ക് എത്രത്തോളം കുറേ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ നമുക്കവിടെ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവിടെ എക്സോസ്റ്റ് ചെയ്ത് പോകും. അത് പിന്നെ നമുക്കവിടെ ലഭ്യമല്ല. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ സസ്റ്റൈനബിൾ ഇൻ നാച്ചർ. റിന്യൂവബിളിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നാച്ചറായിട്ട് സസ്റ്റൈനബിൾ ആണ്. അതായത് നമുക്ക് എത്ര യൂസ് ചെയ്താലും നമുക്ക് വീണ്ടും അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ എക്സ്ഹോസ്റ്റബിൾ, നമ്മൾ ഒരൊറ്റ യൂസ് ചെയ്താൽ പിന്നെ അവിടെ നശിച്ചു, പിന്നെ അത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മൂന്നാമത്തത് ലോ കോസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതായത് നമുക്ക് പെട്ടെന്ന്
എത്രത്തോളം നമുക്ക് ഒരിക്കലും തീരാത്ത റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ കിട്ടും. അതുപോലെ തന്നെ അത് എൻവിറോൺമെൻറ്റുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ ഇവിടെ എങ്ങനെ ആയിരിക്കും, ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു എൻവിറോൺമെൻറ്റുമായി തീരെ ഫ്രണ്ട്ലി ഇല്ലായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഹൈ കോസ്റ്റിൻ്റെ ലെവലിലായിരിക്കും ഇവിടെ ഈ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ വരിക. പിന്നെ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ റീപ്ലനിഷ് ക്വിക്കലി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എൻവിറോൺമെൻറ്റിൽ നിന്ന് നമ്മൾ കുറേ ക്വാണ്ടിറ്റി എടുത്തു, അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ വേഗം അത് മെയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എൻവിറോൺമെൻറ്റ്. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എൻവിറോൺമെൻറ്റ് പെട്ടെന്ന് ആ ഒരു മരത്തുമ്പോൾ ഫ്രൂട്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ റിന്യൂവബിളിൻ്റെ കേസിൽ അങ്ങനെ നമ്മളൊരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ മേ ബി അത് അവിടെ ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് ക്വാണ്ടിറ്റി ഇത്രത്തോളം എടുത്തു ഫുൾ എടുത്ത് കഴിഞ്ഞാൽ മേ ബി അവിടെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടേക്കാരം ആ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായി വരിക. കുറേ ടൈം എടുക്കും. ഇപ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടാവണേക്കാളും കൂടുതൽ ടൈം എടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും അവിടെ ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞു മേ ബി ചില റിസോഴ്സുകൾ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ചില റിസോഴ്സുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. റിന്യൂവബിളിനെ വെച്ച് നോക്കുമ്പോൾ നോൺ റിന്യൂവബിൾ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുത്താലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറയുമ്പോൾ നശിച്ചു പോവുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു റിസോഴ്സുകൾ ഇപ്പോൾ നാച്ചുറൽ ഉണ്ടാവുന്ന റിസോഴ്സുകൾ അത് റീപ്ലേഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം കാലയളവ് ഉണ്ടാവും. ആ ഒരു കാലയളവ് ആവണതിൻ്റെ മുമ്പ് തന്നെ അത് ഡിപ്ലഷൻ വരിക, അത് നശിച്ചു പോവുക. അതാണ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവൽ, ഇപ്പോൾ പെട്രോളിയം അങ്ങനത്തെ കേസ്. ഫോസിൽ ഫ്യൂവൽ അത് നമ്മൾ ഒരട്ടം അതിൻ്റെ ക്വാണ്ടിറ്റികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇവിടെ റീപ്ലനിഷ് ചെയ്യണം, അത് വീണ്ടും മേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തോളം ഇയറാണ് വരുന്നത്. ഫോസിൽ ഫ്യൂവൽ നമ്മൾ ഒരട്ടം ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് മേക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷത്തോളം ഇയേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 10 ലക്ഷം ഇയേഴ്സ് ആവണതിൻ്റെ മുമ്പ് ഇപ്പോൾ ഒരു 5 ലക്ഷം ഇയേഴ്സായി. ഈ 5 ലക്ഷം ഇയേഴ്സ് ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ഫോസിൽ ഫ്യൂവർ അവിടെ ഉണ്ടാക്കുന്ന സംഭവം, ആ ഒരു മേക്ക് ചെയ്യുന്ന സംഭവം അവിടെ ഡിപ്ലഷൻ നശിച്ചു പോയി. ഇനി അത് അവിടെ ഉണ്ടാവില്ല. അതാണ് ആ ഒരു ടൈം ഓഫ് പീരീഡിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയിരുന്ന സാധനം ആ ഒരു ടൈം ഓഫ് പീരീഡ് ആവണതിൻ്റെ മുമ്പ് തന്നെ അവിടെ മേക്ക് ചെയ്യാതാവുന്ന ഒരവസ്ഥക്കാണ് എന്തെന്ന് പറയുന്നത് റിസോഴ്സ് ഡിപ്ലഷൻ. അതായത് ആ ഒരു വസ്തു അവിടെ നശിച്ചു പോവുക. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. അതിന് വേറൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. റിഫേഴ്സ് ടു എക്സോഷൻ ഓഫ് റോ മെറ്റീരിയൽസ് വിത്തിൻ എ റീജിയൻ. അതിപ്പോൾ ഒരു റീജിയൻ്റെ കേസിലാവാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ, അതുപോലെ തന്നെ സൗദി അറേബ്യ, പല പല റീജിയൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ കേസിൽ 10 ലക്ഷത്തോളം ഇയേഴ്സ് വേണം ഇതോടെ ഈ ഒരു ഫോസിൽ ഫ്യൂവൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊരു 5 ലക്ഷം ആയപ്പോഴേക്കും അത് അവിടെ ഡിപ്ലഷൻ വന്നു, അത് മേക്ക് ചെയ്ത് നശിച്ചു പോയി, അതിനി അവിടെ ഉണ്ടാവില്ല. അതൊരു റീജിയൻ്റെ കേസിലാണ്. ഇന്ത്യൻ്റെ കേസിലാണ് ഇന്ത്യയിൽ മാത്രമേ ഇത് ഉണ്ടാവാത്തതുള്ളൂ. പക്ഷെ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാവും. അവിടെ 10 വർഷം വേണമെങ്കിലും പക്ഷെ 5 ലക്ഷം ആയിട്ട് പോലും അവിടെ നശിച്ചിട്ടില്ല, അവിടെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റീജിയൻ്റെ കേസിലും ഇങ്ങനെ റിപ്ലഷൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോഴ്സ് ഓഫ് ദ ഡിപ്ലഷൻ, അതായത് ഡിപ്ലഷൻ ഉണ്ടാവാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഓവർ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് 7.7 ബില്യൺ പീപ്പിൾസാണുള്ളത്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിലാണ് കുറേ റിസോഴ്സുകൾ ഉള്ളത്. അപ്പോൾ ഇവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള റിസോഴ്സുകളും ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ നീഡ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പോഴേക്കും മേ ബി അവിടെ നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള റിസോഴ്സുകൾ ഡിപ്ലഷൻ സംഭവിക്കാം. കാരണം ഇത്രയും ജനങ്ങൾക്ക് റിസോഴ്സുകൾ വേണം. അപ്പോൾ അത് ഡിപ്ലഷനിലോട്ട് പോകാം എന്ന് തന്നെയാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിലൊരു ബർത്ത് ഡേറ്റും ഡെത്ത് റേറ്റും ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡെത്തിനേക്കാൾ കൂടുതൽ ഓരോ പെർ മിനിറ്റിലും സെക്കൻഡിലും പെർ ഹവറിലും ഇവിടെ ജനിച്ചുകൊണ്ട് നിൽക്കുകയാണ് പീപ്പിൾസ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടുമ്പോൾ നമ്മുടെ റിസോഴ്സുകളാണ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ റിസോഴ്സുകളൊക്കെ ഡിപ്ലഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് വരുന്ന ഓവർ പോപ്പുലേഷൻ.
നെക്സ്റ്റ് ഓവർ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്. അതായത് നമ്മൾ നമ്മൾ ആവശ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ ഓരോ റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറിൻ്റെ കേസ്, വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. വെറുതെ ടാപ്പ് തുറന്നിടുന്നോ വെള്ളം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആവശ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റിസോഴ്സുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫോസിൽ ഫ്യൂവൽ ആയിക്കോട്ടെ, നമ്മൾ പെട്രോൾ, അങ്ങനത്തെ ഓരോ കേസാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ വെറുതെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂസ് ചെയ്യണ വഴി അതിൻ്റെ ഓവർ കൺസപ്ഷൻ, കൂടുതൽ അത് യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്യണ വഴി അവിടെ എന്താണ്, ആ ഒരു റിസോഴ്സസിന് ഡിപ്ലഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഓവർ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്. നെക്സ്റ്റ് ടെക്നോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അതായത് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളിന് ഒരു ദിവസം ഒരു വെഹിക്കിളെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആയി. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്രത്തോളം വെഹിക്കിൾസാണ് അവർ മേക്ക് ചെയ്യണത്. അതുപോലെ തന്നെ മേക്ക് ചെയ്ത ഓരോ വെഹിക്കിൾസും അന്ന് തന്നെ അത് ഔട്ട്പുട്ട് ആക്കിയിട്ട് സെല്ലിങ്ങിലോട്ട് അവർ വിടാൻ റെഡിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ടെക്നോളജി അഡ്വാൻസ്ഡായി ഡെവലപ്പ് ആയിരിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് നിന്നും ഇന്നത്തെ കാലത്തിലോട്ട് ഈ ഒരു ടെക്നോളജി ഡെവലപ്പായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ എൻവിറോൺമെൻറ്റിലെ റിസോഴ്സുകൾ മെയിൻ റീസൺ ആണ് അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമ്മുടെ റിസോഴ്സുകളുള്ള ആവശ്യം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അതിന് മേ ബി ഡിപ്ലഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓവർ യൂസേജ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഡിപ്ലഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമതൊരു റീസൺ ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പൊല്യൂഷൻ ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് റിസോഴ്സ്. ഇത് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി കിട്ടുന്ന റിസോഴ്സുകൾ ഉണ്ടാവുമല്ലോ, വാട്ടർ, എയർ, ലാൻഡ്, അങ്ങനത്തെ ഓരോ റിസോഴ്സുകളിന് എന്ത് ചെയ്യുക, പൊല്യൂഷൻ സംഭവിക്കും. ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നു, എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത് വഴിയാണ്, ഇൻഡസ്ട്രീസ് വഴി, ഓരോ കമ്പനീസ് വഴിയാണ്. അപ്പോൾ ഈ കമ്പനീസിൽ നിന്ന് ഓരോ കെമിക്കൽ ഫോം ചെയ്ത് പുറത്ത് വരുമ്പോഴാണ് നമ്മുടെ ലാൻഡിലും അതുപോലെ തന്നെ എയറിനും അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിലൊക്കെ ഈ ഒരു കെമിക്കൽ ഇൻക്ലൂഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നശിക്കുകയാണ്. ഇപ്പോൾ വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എയർ ആയിക്കോട്ടെ ലാൻഡ് ആയിക്കോട്ടെ, ഇത്രയും കെമിക്കൽ അവരിലോട്ട് എത്തിച്ചേരുമ്പോൾ അത് അവിടെ നശിച്ചു പോവുകയാണ്. അങ്ങനെ ഓരോ റിസോഴ്സസിനും ഡിപ്ലഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അതായത് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ടെമ്പറേച്ചറിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള എയർ തരാനും ഒക്കെ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, ഈ കാടുകളൊക്കെ വെട്ടി നമ്മൾ കാട്ടിലുള്ള ഓരോ റിസോഴ്സുകൾ, വുഡ്, അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാടിനെ വെട്ടി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് മേ ബി അവിടെ അത് ഡിപ്ലഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഡീഫോറസ്റ്റിന്, അത് എക്കോസിസ്റ്റത്തിനൊക്കെ ഡിപ്ലഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൈനിങ് ഓഫ് മിനറൽസ് ആൻഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ ഈ മിനറൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ് എന്ത്, മിനറൽസ്. അതിൻ്റെ ക്വാണ്ടിറ്റി നഷ്ടപ്പെട്ട് അത് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തോ അത് കഴിഞ്ഞാൽ പിന്നെ മേ ബി അത് ഉണ്ടാവാൻ ഒന്നെങ്കിൽ അത് ഡിപ്ലഷൻ വരാം, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡിപ്ലഷൻ ഭയങ്കര പെട്ടെന്നൊന്നും ആവില്ല, കുറേ കഴിഞ്ഞിട്ട് ആ ഒരു മിനറൽസ് അവിടെ മേക്ക് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മിനറൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് സോയിൽ, ലാൻഡിൽ നിന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ലാൻഡിന് എന്തെങ്കിലും ഇവിടെ എന്താ പറയുക, നമ്മൾ ഈ ലാൻഡിന് ഒരു ഡിപ്ലഷൻ വരുന്ന സമയത്ത് തന്നെ ഈ മിനറൽസും അത് ഡിപ്ലഷൻ ചെയ്തുകൊണ്ട് പോകും. കാരണം മിനറൽസ് ലാൻഡിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ലാൻഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിനറൽസിനും ഡിപ്ലഷൻ വരും. അപ്പോൾ ഇത്രയും കാരണങ്ങളൊക്കെയാണ് ഡിപ്ലഷൻ വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നമ്മൾ ഈ നാച്ചുറലി ഉള്ള റിസോഴ്സുകളൊക്കെ നമ്മൾ കൺസേർവ്, സുരക്ഷിതമായി വെക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വഴികളാണുള്ളത്. ഫസ്റ്റ് വൺ ബൈ സേവിങ് എനർജികളൊക്കെ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കൺസേർവ് വാട്ടർ. നമ്മൾ വാട്ടറൊക്കെ നമ്മൾ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാതെ അതിനെ ഭയങ്കര നമുക്ക് അൺനെസസറി ആയിക്കാണ്ടല്ല, അത് നെസസറി ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വാട്ടറിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ ഓരോ റിസോഴ്സുകളും മാക്സിമം അതിനെ യൂസ് ചെയ്യാൻ നോക്കുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസോഴ്സിനെ വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുക, വീണ്ടും അതിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. യൂസ് ചെയ്ത സെയിം പ്രൊഡക്റ്റിനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, പ്രൊട്ടക്ട് ദി എക്കോസിസ്റ്റം. നമ്മൾ ഈ ഡീഫോറസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ലോകത്തൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം.
പിന്നെ വരുന്നത് കൺട്രോളിങ് ഡീഫോറസ്റ്റേഷനൊക്കെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ വനങ്ങളിൽ നിന്നും അധികം വുഡൊന്നും വെട്ടിമാറ്റാതെ അതിനവിടെ കൺട്രോൾ ചെയ്ത് വെക്കാം. പിന്നെ റെഡ്യൂസിങ് ഓയിൽ ആൻഡ് മിനറൽ കൺസപ്ഷൻ, നമ്മൾ ലാൻഡിൽ നിന്നും അധികം ഓയിൽസും അതുപോലെ തന്നെ മിനറൽസൊക്കെ എടുക്കുന്നത് വളരെ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക, അനാവശ്യമായി എടുക്കാതിരിക്കുക. പിന്നെ യൂസ് ഓഫ് പൈപ്പ് ലൈൻസ് ടു ട്രാൻസ്പോർട്ട് ഓയിൽ, അതായത് ഓയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പൈപ്പ് ലൈനൊക്കെ യൂസ് ചെയ്യുക. അതുവഴി നമുക്ക് അൺനെസസറി ആയിക്കാണ്ട് ഓയിലൊന്നും വേസ്റ്റേജ് ആയി പോകില്ല. അപ്പോൾ ഇതൊക്കെയാണ് വേരിയസ് വേസ് ആയിട്ട് നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സാണ്. അതായത് നമ്മൾ ഈ ഒരു റിസോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും, ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റീപ്ലനിഷ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ ഇയർ എടുക്കും, കുറേ ഡേയ്സ് അല്ലെങ്കിൽ ഇയേഴ്സ് മന്ത്സ് എടുക്കും അത് വീണ്ടും അവിടെ റീപ്ലനിഷ് ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്ലാന്റ്സ്, ആനിമൽസ് ഇവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഈ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെയും അവരുടെ ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ്സ്, അതായത് അവർ ചത്തിട്ടുള്ള അവരുടെ ഡെഡ് ബോഡീസ്, ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും വേസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡീസ്, ഇതൊക്കെ ഈ ഒരു മണ്ണിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അവർ ചത്ത് കിടത്തുന്ന സ്ഥലത്ത് മണ്ണിൻ്റെ അടിയിലോട്ട് ഈ ഒരു ഡീകമ്പോസിഷൻ ചെയ്യും. ഇവരെ ഡെഡ് ബോഡീസും അതിൻ്റെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, മണ്ണടിയിലോട്ട് വലിച്ചെടുക്കും, റിഡ് ചെയ്തെടുക്കും. അടിയിലോട്ട് വടിച്ചെടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ ഒരു വേസ്റ്റും ഈ ഒരു മണ്ണും തമ്മിൽ കണക്ഷൻ വന്നിട്ട് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സോയിലിൻ്റെ മേലെയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ രണ്ട് ഹീറ്റും കൂടി ഫോം ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ടൈപ്സ്, ഫോസിൽ ഫ്യൂവൽസിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫോസിൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ ഒരു ഫോസിൽ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കരി അതൊക്കെ പറയുമല്ലോ, ഈ കരിയൊക്കെ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അതൊക്കെ സോയിലിൻ്റെ അടിയിലോട്ട് റിഡായി പോയിട്ട് അവിടെ അങ്ങനെ കുറേ ഇയേഴ്സിന് ശേഷം അതെന്ത് ചെയ്യാണ്, കോൾസ് ആയിട്ട് മേക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ കോൾസൊക്കെ നമ്മൾ അതെന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോൾസിൻ്റെ ഹീറ്റ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഇലക്ട്രിക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് അതൊക്കെയാണ് ഈ കോൾസ് എന്ന് പറയുന്ന ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഓയിൽ മീൻസ് പെട്രോളിയം, പിന്നെ നാച്ചുറൽ ഗ്യാസ് പറയുമ്പോൾ എല്ലാത്തിലും ഗ്യാസുകളുണ്ട്. അങ്ങനെ ഈ 3 ടൈപ്സും എന്ന് പറയുന്നത് എന്താണ്, ഫോസിൽ ഫ്യൂവൽസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഈ ഡീകമ്പോസിഷൻ ചെയ്തിട്ടുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ആ വേസ്റ്റിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഇത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ഇയേഴ്സ് എടുക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ സിംഗിൾ ലൊക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് കുറേ കിട്ടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷനിൽ അത് കൂടുതലാണല്ലോ, അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് ക്യാൻ ബി ഫൗണ്ട് വെരി ഈസിലി, നമുക്ക് പെട്ടെന്ന് ഫൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്, വളരെ ചിലവ് കുറഞ്ഞൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓയിലും ഗ്യാസും ഇതൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏത് വഴി, പൈപ്പ് ലൈൻ വഴി നമുക്കിതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാവ് ബിക്കം സേഫർ ഓവർ ടൈം, നമുക്ക് ഇനി വരുന്ന തലമുറയിലും ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എങ്ങനെ പൈപ്പ് ലൈൻ വഴി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിലും ഇതൊക്കെ ഒരു സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഈ ഒരു ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന സംഭവം ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണെങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കിത് ആവശ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫസ്റ്റ് വൺ, എമിറ്റ് കാർബൺ ഡൈഓക്സൈഡ്. അതായത് ഇവിടെ ഈ ഗ്യാസൊക്കെ പുറപ്പെടുന്ന വഴി ലൈക്ക് കാർബൺ ഡൈഓക്സൈഡ് ഒക്കെ ആകെ സ്പ്രെഡ് ആവും. അത് ബേൺ ചെയ്യുന്ന വഴി കാർബൺ ഡൈഓക്സൈഡ് ഒക്കെ ആകെ സ്പ്രെഡ് ആയിട്ട് അത് എൻവിറോൺമെൻറ്റിൽ പൊല്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ആണ്. ഇപ്പോൾ ലൈക്ക് എയർ പൊല്യൂഷൻ, അങ്ങനെ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കിട്ടുന്ന ഒരു
റിസോഴ്സസ് അല്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ഇയേഴ്സ് കാത്തിക്കണം. അപ്പോൾ അതൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. പിന്നെ ഫാറ്റൽ ഡിസീസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഫോസിൽ ഫ്യൂൽസിൻ്റെ കീഴിൽ വരുന്ന കോള്, ഗ്യാസ്, ഇതൊക്കെ ഒരു ഡിസീസസ്, രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സൊക്കെ അവർ മാസ്ക് ധരിച്ചാണെങ്കിൽ പോലും അവിടുത്തെ ഗ്യാസിൻ്റെ ഒരു അംശമൊക്കെ അവരുടെ ലങ്സിലോട്ടിലൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വൈകാതെ അവർക്കൊരു ഡിസീസസ് ഉണ്ടാക്കും. അപ്പോൾ അതൊരു ഈ ഒരു ഗ്യാസ് ഇതൊക്കെ എന്താണ് ഒരു ഡിസീസിന് കാരണമാക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എനർജി, ഈ 2 പോർഷനായിട്ടാണ് വരുന്നത്. അതിൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കേസിൽ വരുന്ന എല്ലാ ടോപ്പിക്കും നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ ഡിപ്ലേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതിൻ്റെ വേരിയസ് വേസ്, അതിൻ്റെ കോഴ്സസ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും ടോപ്പിക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.